അങ്ങനെ BJP ഒരു വാക്ക് കൂടെ പാലിച്ചിരിക്കുകയാണ്. BJPക്ക് അധികാരം കൊടുത്താൽ, തിരുവനന്തപുരം കോർപ്പറേഷന് അധികാരം കൊടുത്താൽ മോഡി 45 ദിവസത്തിനകത്ത് മോദി വരും. നരേന്ദ്ര ദാമോദർ ദാസ് മോദി വരുന്നു. മോദിക്ക് അനന്തപുരിയിലേക്ക് സ്വാഗതം. കാരണം ഞാനും അനന്തപുരം നിവാസിയാണിപ്പോൾ, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്തിനൊരു അതിവൈകാരികത ഉള്ളൊരു വ്യക്തിയാണ്. 1990 കാലഘട്ടങ്ങളിൽ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്ന് ശിവൻകുട്ടി മേയറായിരുന്ന കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനുള്ള, ഞാൻ മനസ്സിലാക്കുന്ന വിഷൻ 2000 ആണെന്ന് തോന്നുന്നു, ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ യോഗം വിളിച്ചു. അന്ന് ടൗൺ പ്ലാനറായിട്ട് കസ്തൂരി രംഗൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. വലിയൊരു മീറ്റിംഗാണ് വിളിച്ചത്. ആ മീറ്റിങ്ങിൽ വിദ്യാർത്ഥികളായ ഞങ്ങൾ 2 പേർ പോയിരുന്നു. അപ്പം ഞങ്ങൾ 2 പേർ കോളേജിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഞാൻ പ്രൊഫസർ ദാമോദർ സാറാണ് ഞങ്ങൾ അയച്ചത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ചു പോയി. സാറിനൊരു പ്രണാമം. അപ്പോൾ സാർ അയച്ചു. ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. എല്ലാ യോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ട്, ഞങ്ങൾ വിദ്യാർത്ഥികളല്ലേ, ഞങ്ങൾക്ക് അവിടെ വോയിസ് ഒന്നുമില്ലല്ലോ, അവിടെ വലിയ സമ്മേളനമല്ലേ, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഞങ്ങൾ ചുമ്മെങ്കിലും ഒന്ന് കൈ ഉയർത്തി കാണിച്ചു ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, എവിടെ ചെന്നാലും 2 അക്ഷരം പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാർ തിരുവനന്തപുരം നഗരത്തിനകത്ത് എന്തിനാണ് ഈ 3 സ്റ്റേഡിയം ഇങ്ങനെ കുട്ട പോലെ ഇരിക്കുന്നത്? ചന്ദ്രശേഖരനാർ സ്റ്റേഡിയം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെൻട്രൽ സ്റ്റേഡിയം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഡിയം. അപ്പോൾ 3 സ്റ്റേഡിയം ഇങ്ങനെ കുട്ട പോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ SME സ്കൂളിൻ്റെ അടുത്തിരിക്കുന്ന സ്റ്റേഡിയത്തിൽ അവിടെ ഒരു കളിയും നടക്കുന്നില്ല. തമ്പാനൂരുള്ള സ്റ്റേഡിയത്തിൽ SME സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാനെന്ന് പറഞ്ഞാണ് തമ്പാനൂരിലെ മനോഹരമായൊരു കുളം നികത്തി അത് സ്റ്റേഡിയമാക്കിയത്. അവിടെ ഒരു കളിയും ആരും കളിക്കുന്നില്ല. അത് തീർച്ച് വീണ്ടും നല്ല പോണ്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ വലിയ മനോഹരമായ ഒരു പ്രോജക്റ്റ് വരും. അതുപോലെ പൂജപ്പുര തന്നെ ഈ സെൻട്രൽ ജയിൽ കിടക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? എന്തുകൊണ്ട് പൂജപ്പുരയിൽ നിന്ന് മാറ്റി കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൂടാ എന്നൊക്കെ. കാരണം അട്ടക്കുളങ്ങര കിടക്കട്ടെ, അത്യാവശ്യം പ്രധാനപ്പെട്ട ആളുകളെ പെട്ടെന്ന് പിടിക്കുമ്പോൾ ഷോർട്ട് ടൈമിൽ കിടത്താനും, പക്ഷേ ലോങ് ടൈമിൽ ദീർഘകാലം തടവിന് വിധിക്കുന്നവരെ എന്തുകൊണ്ട് പൂജപ്പുരയിൽ തന്നെ ഇടണം? കുറച്ചുകൂടി എന്താണ്, തുറന്ന ജയിലുണ്ട് നമുക്ക് കട്ടക്കടയ്ക്ക് അടുത്ത്, പല സ്ഥലങ്ങളുമുണ്ട്, കുറച്ചുകൂടി സ്ഥലമുള്ള സ്ഥലത്തേക്ക് മാറ്റിയാലെന്ന്. ഇങ്ങനെ 3-4 ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ യോഗം ഒന്ന് സ്റ്റക്കാവുകയും എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിക്കുകയും ആങ്കറായിട്ടിരുന്ന്, ഞാൻ മനസ്സിലാക്കുന്ന ഡോക്ടർ M. ബാബയാണെന്ന് തോന്നുന്നു, എയർ സയൻസിലെ, അതോ മറ്റാരുമാണ്, ഞാൻ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. അവർ ചോദിച്ചു, ശരി, നല്ല നിർദ്ദേശമാണ്, താങ്കളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ്. പേര് കൊള്ളാലോ, താങ്കൾ നല്ല ആളാണ്, താങ്കൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, പക്ഷേ ഇത് ആര് കെട്ടും, പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നൊരു ചോദ്യം ചോദിച്ചു. അതേ ചോദ്യം നരേന്ദ്രമോദി അവർകൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതേ ചോദ്യം രാജേഷിനോട്, VV രാജേഷ് മേയറോട് ചോദിക്കുകയാണ്. മേയർ, ഇനി പറയുന്ന 10-100 കാര്യങ്ങൾ, 100 വരുമെന്നുള്ള കുറേയധികം കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമോ? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ സുഭാഷിതൻ ചാനൽ കുറേയധികം ആളുകളോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വിവരങ്ങൾ നേരിട്ടും വാട്സപ്പ് വഴിയും ടെലിഫോണിലൂടെയൊക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത് BJPയുടെ സമക്ഷം വയ്ക്കുന്നത്. ഇത് പൊതുജന സമക്ഷം വയ്ക്കുന്ന കാര്യം പൊതുജനങ്ങൾ അയച്ചു തന്ന വിവരമായതുകൊണ്ടും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. 10-100 കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 101 വാർഡുണ്ട്. ഈ 101 വാർഡിനെ 3 മേഖലകളായിട്ട് തിരിക്കുമോ? ഒന്ന്, ഏറ്റവും അർബനൈസ്ഡ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ്, സ്റ്റാച്യു എല്ലാം ചേരുന്ന, പാളയമൊക്കെ ചേരുന്ന അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രദേശം, അതൊരു കണ്ടോൺമെൻറ്റ് പ്രദേശമാക്കി നിലനിർത്തി അവിടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അവിടെ നിന്ന് മാറ്റുമോ? അത്യാവശ്യം ഹോട്ടൽ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷേ മറ്റെല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അവിടെ നിന്ന് മാറ്റുമോ? മാറ്റി അതൊരു കണ്ടോൺമെൻറ്റ് ഏരിയയായി നഗരത്തിൻ്റെ പ്രധാന സ്ഥലം മാറുമോ? രണ്ടാമത്, അവിടെയാണ് ഗവർണർ പറഞ്ഞിട്ടുള്ള സമരം, എത്രയോ കാലമായി നമ്മൾ പറയുന്നതാണ്, സമരം നടത്തുന്നതിനുള്ള സ്ഥലം ആ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് മാറ്റി. അത് സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയാൻ ജനങ്ങൾക്ക് 24 മണിക്കൂറും ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റൊക്കെ വേറെ തരത്തിലുള്ള സ്ഥാപനമാണ്. അവിടെ 4 ആളുകൾ വന്ന് 11 മണി മുതൽ എല്ലാ ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കി സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് സമരം മാറ്റുമോ? അപ്പോൾ കണ്ടോൺമെൻറ്റ് ഏരിയ ആക്കുമോ? സമരം മാറ്റുമോ? 2-3 റീജിയനായിട്ട് 3-4 റീജിയനായിട്ട് തിരുവനന്തപുരത്ത് തിരിക്കുമോ? അതൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ ആളുകൾ അയച്ചു തന്ന ചോദ്യമാണ്. പിന്നെയാണ് ഈ തിരുവനന്തപുരത്ത് പിന്നെ നമ്മുടെ കരമനയാറ്, കിള്ളിയാറ്, പാർവതിപുത്തനാറ്, ആമേഴഞ്ചാൻ തോട്, ഉള്ളൂർ തോട്, പട്ടം തോട്, ഇങ്ങനെ നിരവധി തോടുകളുണ്ട്. ഇവയെ സമഗ്രമായി എല്ലാ കാലവും നന്നായി നിലനിർത്തുന്നതിനുള്ള ഒരു വാട്ടർ ടൂറിസം കൊണ്ടുവന്നുകൊണ്ട് അവിടെ ശുദ്ധമായി നിലനിർത്തി അതിൽ എല്ലാ കാലവും നല്ല പക്കയാക്കി ആ നദികളുടെ നീരൊഴുക്ക് നിലനിർത്തുമോ? വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഒഴിവാക്കുന്നതിനും മനോഹാരിത വർദ്ധിപ്പിക്കുക, അതിനൊരു ജലമിഷൻ വരുമോ? നമ്മൾ നേരത്തെ ചെയ്തിരുന്നൊരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ തിരുവല്ലത്തുള്ള പിതൃതർപ്പണം നടത്തുന്ന പരശുരാമ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഈ നദികളുടെ സംഗമസ്ഥാനം ശുദ്ധിയാക്കി, വളരെ കൃത്യമായി ശുദ്ധിയാക്കി ഹിന്ദുക്കൾക്ക് അവരുടെ
ആചാരമനുസരിച്ച് ഉള്ള പിതൃശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുമോ? അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നായശല്യം, അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെൽട്ടറൊക്കെ വരുന്നു, കോടതിയൊക്കെ പരിഹസിച്ചു നായക്ക് കൗൺസിലിംഗ് കൊടുക്കണം, അത് പോട്ടെ. നായശല്യം ഒരു പ്രധാനപ്പെട്ട ശല്യമാണ്. നഗരത്തിൽ ഇപ്പോഴും മാലിന്യ സംസ്കരണം കീറാമുട്ടി തന്നെയാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ നഗര ശുചീകരണ തൊഴിലാളികൾ അവിടെ ഇട്ട് കത്തിക്കുന്നത് ഇപ്പോഴും വ്യാപകമാണ്. അത് വെളുപ്പാങ്കാലത്താണ് നടക്കുന്നത്. ആ കത്തിക്കൽ മതിയാക്കി വളരെ കൃത്യമായ പരിഹാരം ഉണ്ടാകുമോ? അങ്ങനെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള തുണിസഞ്ചിയും പേപ്പർ ബാഗും പ്ലേറ്റും വാഴയിലയുടെ പ്ലേറ്റുകളും വാഴയില അങ്ങനെ നൂറുകണക്കിന് ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ആരംഭിക്കുമോ? അതിനുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടുവരുമോ? എല്ലാ ഓരോ വീടുകളിലും തൊഴിൽ കൊടുക്കുമെന്ന് രാജേഷ് പറഞ്ഞിരുന്നു. അങ്ങനെ മേയർ അങ്ങനെയാണെങ്കിൽ ചൈനയിലെയും ജപ്പാൻ്റെയും മാതൃകയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് റാ മെറ്റീരിയൽ എത്തിച്ച് അവിടെ നിന്ന് പ്രൊഡക്ഷനാക്കി പ്രൊഡക്റ്റീവ് ഉൽപ്പന്നങ്ങൾ എടുത്ത് അത് മാർക്കറ്റ് ചെയ്യുന്ന പൊതു സംവിധാനങ്ങൾ വരുമോ? നഗരത്തിൽ എവിടെ ചെന്നാലും കഴിഞ്ഞ ദിവസം നിയമസഭാ കോംപ്ലക്സിൻ്റെ അടുത്ത് നടന്ന മനോഹരമായ പുസ്തക പ്രദർശനം നടന്നു. സ്പീക്കറും കൂടുതൽ കേൾക്കണം. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായ സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ 10-20 സ്കൂട്ടർ വയ്ക്കാം. അവിടെ ഒരുപാട് പോലീസുകാരന്മാർ നിൽപ്പുണ്ട്, വാച്ച് ആൻഡ് വാർഡുകാരൊക്കെ അവിടെ വേണമെങ്കിൽ വയ്ക്കാം, മനോഹരമായിട്ട് വയ്ക്കാം. പക്ഷേ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല. സ്കൂട്ടർ എവിടെ വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പോലീസുകാർക്ക് ആവേശമുണ്ട്, പക്ഷേ എവിടെ വയ്ക്കണം എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഡിയം തുറന്നു കൊടുക്കണം. തീർച്ചയായിട്ടും ആ ഒരു ദിവസം ഇപ്പോൾ നിയമസഭാ കോംപ്ലക്സിൻ്റെ പരിപാടി നടക്കുമ്പോൾ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ 2-3-4 മണിക്കൂറിന് സ്റ്റേഡിയം ഒന്ന് തുറന്നു കൊടുത്താൽ സ്റ്റേഡിയം പൊളിഞ്ഞൊന്നും പോവില്ല. ഇങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പദ്ധതികൾ കൊണ്ടുവരുമോ? മോദിയുടെ പദ്ധതിയിലുണ്ടോ? അതുപോലെ തന്നെ ഈ 3 സ്റ്റേഡിയവും അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു സ്റ്റേഡിയത്തിൻ്റെ പണിയും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഡൽഹി മാതൃകയിലുള്ള ജന്തർ മന്ദറിലൊക്കെ ഉള്ളതുപോലുള്ള അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് 4-5 ഫ്ലോർ തീർത്ത് എല്ലാ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെയും അങ്ങോട്ട് മാറ്റി അതൊരു വാണിജ്യ ഹബ്ബാക്കുമോ? അതുപോലെ തന്നെ പാളയത്തിൽ ഇപ്പോൾ കണ്ണിമേറ മാർക്കറ്റ് പണിയാൻ പോകുന്ന ഹബ്ബ്, അത് ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിലേക്ക് ധാരാളം സംവിധാനം കൊണ്ടുപോയി പാർക്കിങ്ങും എല്ലാം കൊണ്ടുപോയി അതിൻ്റെ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയയുടെ ആഠ്യത്വം നിലനിർത്തി അതിനെ തീർച്ചയായിട്ടും താഴേക്ക് കൊണ്ടുപോയി അതും പല നിലകളിലുള്ള സംവിധാനം ചെയ്യുമോ? തിരുവനന്തപുരത്ത് പാർക്കിങ്ങിനെന്ന് പറയുന്ന വളരെ കൃത്യമായി പാർക്കിംഗ് പ്രദേശങ്ങൾ കൊണ്ടുവരുമോ? തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രത്യേകിച്ച് കണ്ടോൺമെൻറ്റ് ഏരിയയിലെങ്കിലും, ഞാൻ ഈ പറഞ്ഞ കണ്ടോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിറ്റി എന്നുള്ള നിലയിൽ സ്ഥലത്തെങ്കിലും ചുവരെഴുത്തെന്ന് പറയുന്നത് മഹാമാരിയാണ്. ആ ചുവരെഴുത്തുകൾ എല്ലാം കൃത്യമായി ഒഴിവാക്കി ഒരു ചുവരും എഴുതാതിരിക്കാനുള്ള നിയമം കൊണ്ടുവരുമോ? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഉത്തരം പറയാം. അതിന് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, സിനിമാ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിച്ച് അതിൻ്റെ ചെറിയ സ്ഥാപനമാണെങ്കിൽ ഫ്രീ, കുറച്ചുകൂടെ വലിയ പരസ്യമാണെങ്കിൽ ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കുമോ? എല്ലാവർക്കും തൊഴിൽ കൊടുക്കുമോ? IT-യുടെ പുതിയ സംവിധാനം കൊണ്ടുവരുമോ? അതുപോലെ തന്നെ സർക്കാർ മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ കോർപ്പറേഷൻ്റെ മേയറും ഡെപ്യൂട്ടി മേയറും പ്രധാനപ്പെട്ട ആളുകളും ഈ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്ന പരിഹാര സെല്ല് കൊണ്ടുവരുമോ? ഓരോ വാർഡിലും അക്ഷയ പോലുള്ള ഓഫീസുകൾ തുറന്ന്, അത് കൗൺസിലർമാർക്ക് നല്ല ഓഫീസുകൾ തുറന്ന് അവിടെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുമോ? അതുപോലെ നിശ്ചിത സ്ഥലങ്ങളിൽ തമ്പാനൂർ, ഉള്ളൂർ, മെഡിക്കൽ കോളേജ് നിശ്ചിത സ്ഥലങ്ങളിൽ വാഷ്റൂമുകൾ കെട്ടി തിരുവനന്തപുരത്ത് വനിതകൾക്ക് പുറത്തിറങ്ങിയാൽ മനോഹരമായ രീതിയിൽ അതിന് എയർപോർട്ട് മോഡലുള്ള വാഷ്റൂമാണ് കെട്ടേണ്ടത്. അത്ര നല്ല വാഷ്റൂമുകൾ കെട്ടി പൈസ മേടിച്ചോളൂ, നന്നായി കൊണ്ടുവരുമോ? മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ് തുടങ്ങി, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, SP ഫോർട്ടിൻ്റെ അകത്തുള്ള SP ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലല്ല, ഫോർട്ടിനകത്തുള്ള ഹോസ്പിറ്റലല്ല, SP ഹോസ്പിറ്റലല്ല, അതിനകത്തുള്ള സ്ഥാപനങ്ങളിലുള്ള ഉച്ചഭക്ഷണവും രാവിലെയൊക്കെ ഉള്ള ഭക്ഷണം സൗജന്യമായി കൊടുക്കുമോ? ഇങ്ങനെ ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, ഇലക്ട്രോണിക് വാഹനങ്ങളുടെ, പിന്നെ ഹരിതവൽക്കരണം. തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് മരങ്ങളാണ് മുറിച്ചു തള്ളിയിട്ടുള്ളത്. അതിനുള്ള ഹരിതവൽക്കരണം കൊണ്ടുവരുമോ? ഒരു ഹരിത സിറ്റി ആക്കുമോ? പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തൊഴിൽ, ആരോഗ്യം, ഓരോ മേഖലയിലും അതിനാവശ്യമായ സംവിധാനങ്ങൾ വൃദ്ധന്മാർ സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടക്കാനും ഓടാനും ചാടാനും അവർക്ക് അവരുടെ പാർക്കുകൾ വളരെ മനോഹരമായി കൊണ്ടുവരുമോ? നഗരത്തിലെ എല്ലാ കുളങ്ങളും ശുചിയാക്കി അത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി മാറ്റുമോ? അതുപോലെ തന്നെ കോവളം, ഇത് പറയാനിരുന്ന 2 ദിവസം പറയാനുണ്ട്, എന്നാലും നമ്മൾ വീഡിയോ അല്ലേ, അങ്ങനെ പറയാനും കഴിയില്ല, എന്നാലും നോക്കാം. നമുക്ക് കോവളം, അതുപോലെ തന്നെ ആക്കുളം, വേളിയൊക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള ടൂറിസം കൊണ്ടുവരുമോ? സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുമോ? അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുമോ? അതുപോലെ തന്നെ ലേസർ ഷോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ വെച്ച് കോവളത്തെയും ആക്കുളത്തെയും പിന്നെ വേളിയുമൊക്കെ കൂടുതൽ അട്രാക്റ്റീവായി തൊഴിൽ കൊടുക്കുന്ന വരുമാന കേന്ദ്രങ്ങളാക്കി മാറ്റുമോ? ഇങ്ങനെ ജനങ്ങളുടെ സേവന മേഖല, വരുമാന മേഖല, ആരോഗ്യ മേഖല, ഇങ്ങനെ ഓരോ മേഖലകളിലും 10-100 പരിപാടികൾ നടത്തുന്ന
മനോഹരമായ ഒരു സംവിധാനമാക്കി ഇത് മാറ്റുമോ? തിരുവനന്തപുരം നഗരത്തിൽ കയറുമ്പോൾ തന്നെ ഒരു അന്തരീക്ഷം കിട്ടുന്ന രീതിയിൽ രാജപ്രൗഢിയോട് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങളും മെട്രോപൊളിറ്റിൻ്റെയും കോസ്മോപൊളിറ്റിൻ്റെയും തലയെടുപ്പും പിന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ തിരുവനന്തപുരത്ത് ഒരുക്കൽ, അതുപോലെ റോഡ് നിർമ്മാണം, പൈപ്പ് ലൈനിൻ്റെ പരിപാടികൾ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഓരോ മേഖല എടുത്ത് എല്ലാം കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നുള്ള ഒരു വിഷൻ ഡോക്യുമെൻ്റ് കോർപ്പറേഷൻ കൊണ്ടുവരുമോ? മാസ്റ്റർ പ്ലാൻ വന്നോട്ടെ, മോദി വരുന്ന മാസ്റ്റർ പ്ലാൻ വന്നോട്ടെ, അതിനെ കൂടെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിഷൻ ഡോക്യുമെൻ്റ് തിരുവനന്തപുരത്തെ എക്സ്പെർട്ടുകളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകൊണ്ട് തയ്യാറാക്കുമ്പോൾ പൂജപ്പുര ജയിൽ മാറ്റണം. തീർച്ചയായിട്ടും അവിടെ ജയിലിൻ്റെ ആവശ്യമില്ലാതെ കുറേ കൂടെ ദൂരങ്ങളിലേക്ക് പോകണം. സ്റ്റേഡിയത്തെ ഒന്ന് റീവർക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ലൈബ്രറികളുടെ കാര്യങ്ങൾ, ഒരു 10 വാർഡിനെങ്കിലും നല്ലൊരു ലൈബ്രറി തുറക്കുമോ, ഡിജിറ്റൽ ലൈബ്രറി തുറക്കുമോ, ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യാൻ മോദിയുടെ മാസ്റ്റർ പ്ലാനിന് കഴിയുമോ? അങ്ങനെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം വി രാജേഷിൻ്റെയും ഡെപ്യൂട്ടി മേയറുടെയും കൗൺസിലർമാരുടെയും മുന്നിൽ സമർപ്പിക്കുന്നു. ഇനിയും നമ്മൾ ചർച്ച തുടരും. എന്തായാലും മോദി വരട്ടെ, തിരുവനന്തപുരം അതിൻ്റെ പ്രൗഢഗംഭീരമായ രീതിയിൽ എവർഗ്രീൻ സിറ്റി ആയിട്ട് തന്നെ, എവർഗ്രീൻ മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റി ആയിട്ട് തന്നെ മാറട്ടെ. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രാഥമിക കാര്യങ്ങളുണ്ട്. നഗരത്തിലുള്ള തട്ടുകടകൾ അടക്കമുള്ളവർക്ക്, അതുപോലെ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് എല്ലാവരെയും പുനരധിവസിപ്പിച്ച്, ചെറിയ ലോൺ കൊടുത്താൽ പോരാ, പുനരധിവസിപ്പിച്ച് ഒറ്റ ഡിസൈനിൽ ഒരു പാറ്റേണിൽ നഗരത്തിൽ എവിടെ ഇറങ്ങിയാലും ഒരു വളരെ മനോഹാരിത കാണുന്ന നിരവധി പരിപാടികൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് തിരുവനന്തപുരം കാത്തിരിക്കുന്നത്.